ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചു പോയതല്ല സ്വാമി. കാലം തങ്കച്ചിക്കായി കരുതി വെച്ച ആയുധങ്ങളാ. ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാ പിന്നെ ഇവിടെ വന്ന് എല്ലാം ഒന്ന് ഏർപ്പാടാക്കിയിട്ട് പോവാന്ന് കരുതി. മോളെ ഇരിക്കേ. ഒരുപാട് നേരം ഇരിക്കാനൊന്നും സമയമില്ല. വന്ന കാര്യം പെട്ടെന്നങ്ങ് പറഞ്ഞേക്കാം. ഇനി ഇത് നീട്ടിവെക്കാൻ എനിക്ക് പറ്റില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. മനസ്സിലായില്ലേ? നിത്യയും ശരത്തും തമ്മിലുള്ള കല്യാണത്തെക്കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് അത് നടന്നു കാണണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അത് നടത്തി തരണം. ഞങ്ങൾ എപ്പോഴേ റെഡിയാ. ഈ ശരത്ത് തന്നെയല്ലേ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയത്. നിത്യയുടെ അവസ്ഥ മോശമല്ലായിരുന്നു അമ്മേ. അതും ശരിയാ. ഇപ്പൊ ഭേദമായല്ലോ. ഇനി അമ്മ പറയുന്നത് അനുസരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതെ അതെ, പ്രഭാവതി മോള് പെട്ടെന്ന് മടങ്ങിപ്പോന്നല്ലേ പറഞ്ഞത്. സ്വന്തം മകന്റെ കല്യാണം കാണണമെന്ന് ഏതമ്മയ്ക്ക് ആഗ്രഹമില്ലാതിരിക്കുക. നമ്മൾ വേണം അത് സാധിച്ചു കൊടുക്കാൻ. തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എടി, നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും കേൾക്കുകയും വേണ്ട. സുധിയേട്ടന്റെ ഭാര്യയാ ഞാൻ. സുധിയേട്ടന്റെ അനിയത്തിയുടെ കല്യാണാലോചന നടക്കുമ്പോ അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഓ, അതിനാരുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. ദേവിക മോള് പറഞ്ഞത് ശരിയാ. മോക്കെ അഭിപ്രായം പറയാം. പറഞ്ഞോട്ടെ, ആര് വേണമെങ്കിലും അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷേ കല്യാണം നീട്ടിവെക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. തിരിച്ചു വരാൻ താമസിക്കും. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കേ അറിയൂ. നിങ്ങൾക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിത്യക്കുട്ടി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിങ്ങളെല്ലാരും സംസാരിച്ചോണ്ടിരിക്കുവല്ലേ, എല്ലാരും പറഞ്ഞു കഴിയട്ടെ. എന്റെ അവസരം വരുമ്പോ ഞാൻ പറയാം. നീ ഇനി മിണ്ടാനൊന്നും നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നടത്തണം. അതെ, അപ്പൊ എങ്ങനെയാ, എന്ന് നടത്താം? അറിയിക്കാം. ഒന്ന് ആലോചിക്കണം. വൈകരുത്, എനിക്ക് മടങ്ങിപ്പോവാനുള്ളതാ. ശരത്തെ, നന്നായി. അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി. ഏത് കാര്യത്തിന്? നമ്മുടെ കല്യാണ കാര്യത്തില് തീരുമാനിച്ചോ? വേഗം നടത്തണം എന്നല്ലേ ഇപ്പൊ പറഞ്ഞുള്ളൂ. അത് നടന്ന പോലെയാണല്ലോ. സന്തോഷമായില്ലേ നിത്യക്കുട്ടിക്ക്? ഈ അഭിനയൊക്കെ മതിയാക്കി നമുക്ക് ജീവിച്ചു തുടങ്ങിയാലോ? അഭിനയോ? എന്താ അല്ലേ? അപ്പൊ ശരത്തേട്ടനും അഭിനയിക്കുവാണോ? ഞാനെന്തിനാ അഭിനയിക്കുന്നേ? ശരത്തേട്ടന്റെ അമ്മയോ? അങ്ങനെ തോന്നിയോ? ഏയ്,
അമ്മ ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത്രയും കോടികളുടെ ബിസിനസ് ഒറ്റയ്ക്ക് നടത്തുന്ന സ്ത്രീയാണെന്ന് കണ്ടാ പറയത്തേയില്ല. എന്നാലും നടത്തുന്നില്ലേ, അതാണ് കഴിവ്. അത് പിന്നെ എന്റെ അമ്മയല്ലേ, കഴിവില്ലാതിരിക്കുവോ? നിത്യക്കുട്ടിക്ക് ഇപ്പോ എല്ലാം കൊണ്ടും തൃപ്തിയായില്ലേ? കല്യാണ വാർത്ത അറിഞ്ഞപ്പോഴല്ലേ ഒരുപാട് തൃപ്തിയായി. ഞാൻ ഇങ്ങനൊരു നിമിഷത്തിന് വേണ്ടി ശരത്തേട്ടാ കാത്തിരുന്നത്. പക്ഷേ ഇനിയും കടമ്പകൾ ഒരുപാടില്ലേ ശരത്തേട്ടാ? ജാതകം കൈമാറണം, അതിന്റെ പൊരുത്തം നോക്കണം, മുഹൂർത്തം കുറിക്കണം. അങ്ങനെ എന്തെല്ലാം കിടക്കുവാ. ഈ ജാതം ഒന്ന് നോക്കണ്ട നിത്യക്കുട്ടി, മരപ്പൊരുത്തം ഉണ്ടല്ലോ, അത് മതി. അത് പോര് ശരത്തേട്ടാ. ഒരു ദുരന്തം കഴിഞ്ഞ് നിൽക്കുന്ന വീടാ ഇത്. സുധിയേട്ടന്റെയും ആ ദേവികയുടെയും ജാതകം 1-2 ജ്യോത്സ്യന്മാരെ കൂടെ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും ഓരോന്നൊക്കെ നടക്കുന്ന കാണുമ്പോ ഒരു പേടി. നമ്മുടെ ജീവിതത്തില് ഒരു ദുരന്തം ഉണ്ടാവാൻ പാടില്ല ശരത്തേട്ടാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിത്യക്കുട്ടിയുടെ ഈ സ്നേഹത്തിന് മുന്നില് എപ്പോഴും ഞാൻ തോറ്റുപോകുന്നു. പൊരുത്തം നോക്കാം, പക്ഷേ ചേരത്തില്ലെന്നെങ്ങാനും ജ്യോത്സ്യം പറയുമെന്ന എന്റെ പേടി. അതൊരിക്കലും പറയില്ല. ഇത്രയും ചേർച്ചയുള്ള 2 ജാതകങ്ങള് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്നേ ജ്യോത്സ്യനും പറയൂ. 10-ൽ 10 നമ്മുടെ പൊരുത്തം. ആ, അത് മതി. ബാക്കി വിവരങ്ങളൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം. എന്തെങ്കിലും വഴി തെളിഞ്ഞു എടുത്തി? എവിടെ? എൻ്റെ മോളെ, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താ. അതാ ശരത്തിന്റെ അമ്മ വിരിച്ച വലയിലെ പോയി ചാടിക്കൊടുത്തത്. തിരിച്ചു പോകുക. അവരെ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ. ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കാതെ എന്റെ കഴുത്തിൽ ആരും താലി കിട്ടില്ലല്ലോ. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ അഭിനയം മതിയാക്കി ഞാൻ ശരിക്കുള്ള നിത്യാവും. അതിപ്പോ വേണ്ട. അങ്ങനെ ചെയ്താലുണ്ടല്ലോ, കിട്ടാനുള്ളതൊക്കെ കിട്ടാതെ പോവും. കല്യാണം നടക്കാനുള്ള വഴി നമുക്ക് എങ്ങനെയും തടുക്കാം. നീ അതോർത്ത് വിഷമിക്കണ്ട. അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അധികകാലം നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതാ ഇത്ര തിടുക്കം കാണിക്കുന്നു. ആ സംശയം എനിക്കുണ്ട് അച്ഛാ. അഭിനയം മതിയാക്കിയാലോ എന്ന് ശരത് ഒരു ഡയലോഗ് പറഞ്ഞു സംസാരത്തിനിടയിൽ. എല്ലാം അറിഞ്ഞു കാണൂ എടുത്തി? ഏയ്, അറിഞ്ഞ ഇങ്ങനെയല്ലല്ലോ പെരുമാറുക. അവര് സത്യം അറിഞ്ഞാൽ ഈ വീടിന്റെ പടി ചവിട്ടാനുള്ള ധൈര്യം അവർ കാണിക്കും. നമ്മുടെ തന്ത്രം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാവത്തുമില്ല. കല്യാണം മുടങ്ങണം മോളെ. അല്ല, നടക്കരുത്. അതിനെക്കുറിച്ച് നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. ഒരു വഴി തെളിയുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കെ. അമുദം, അവള് നമ്മളെ സഹായിക്കും. വഴി എന്താ എടുത്തി? അതൊക്കെ ഉണ്ട്. ഇത്രയും കാലം എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചാരാ? സുധേട്ടന്റെ ആത്മാവാ. ആ ആത്മാവ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു പേടിയും വേണ്ട. ഈ പരീക്ഷണത്തിലും നമ്മൾ തന്നെ ജയിക്കും. നമ്മുടെ അമ്മയ്ക്ക് ധൃതി കൂടുതല്. അമ്മ അറിയുന്നില്ലല്ലോ ഭൂലോക വൃത്തികെട്ടവനായ ഒരുത്തന ശരത്തെന്ന്. അമ്മയ്ക്കെന്നല്ല, നമുക്ക് പോലും ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതൊരു പരാജയം തന്നെയാ, അല്ലേ എടുത്തി? മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എല്ലാം മനസ്സിലാക്കും. അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ശരത്തൊരു ക്രിമിനലും കൂടെ ആണെന്ന് അറിയാമല്ലോ. സമയമെടുക്കും മോളെ, അവനെ പോലെ ഒരു ക്രിമിനലിനെ പൂട്ടാൻ. ഇനി അധികകാലം വേണ്ടി വരില്ല അച്ഛാ. ശരത്തിന്റെ സമയം ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. ആ തകർച്ചയുടെ തുടക്കമായിരിക്കും അമുദം വഴി നമ്മൾ ചെയ്യാൻ പോകുന്നത്.